ഈ വർഷം നാടൻ കാന്താരി ഷോപ്പുകളിലൊന്നും കിട്ടാനില്ല. അതുമാത്രമല്ല നാട്ടിൻപുറങ്ങളിലും അങ്ങനെ കിട്ടാനില്ല. കാരണം എന്താണോ, കാലാവസ്ഥ ഈ വർഷം നാടൻ കാന്താരിക്ക് അനുകൂലമല്ല. എന്നാലോ കിട്ടിയ കാന്താരി എടുത്ത് നല്ല ഭദ്രമായിട്ട് അടുത്ത വർഷത്തേക്ക് സൂക്ഷിച്ചു വെക്കാമെന്ന് ഓർത്തു. എന്തായാലും നമുക്കിന്ന് കാന്താരിയൊക്കെ പറിക്കാൻ പോകാം കേട്ടോ. എന്തായാലും കാന്താരി ഇപ്പോൾ കാന്താരിയുടെ സീസണാണല്ലോ ഈ കർക്കിടക മാസത്ത്. കുറച്ച് കാന്താരികളൊക്കെ ഉള്ളൂ, കായ്കൾ കുറവാണ്. എന്നാലും ഈ കാന്താരി ഉപയോഗിച്ചിട്ട് ഒന്ന് ഉപ്പിലിട്ട് വെക്കാമെന്ന് ഓർത്തു. അപ്പം ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് കാലം നിൽക്കുകയും ചെയ്യും. എന്താണെങ്കിലും അടുത്ത ഈ വർഷം വരെ നിൽക്കും. പക്ഷേ ഇപ്പം ഈ പ്രാവശ്യം കുറച്ച് കിട്ടിയതായതുകൊണ്ട് കുറച്ച് മാസങ്ങളോളം ഈ കാന്താരി ഉപയോഗിക്കുമല്ലോ. അതുകൊണ്ട് നമുക്ക് കാന്താരി പറിക്കാൻ പോവുകയാണ്. ഇതാണ് കാന്താരി, നാടൻ കാന്താരിയുടെ തൈകളാണ് കേട്ടോ ഇത്. ഇതിന് ഒരു വളമൊന്നും ഇട്ടില്ല. പക്ഷെ നല്ല മഴയാണ്. ഇങ്ങനെയാണ് കാന്താരി പറിക്കാൻ പോകുന്നതെന്നുള്ളതാണ്. അപ്പം ഈ മഴ എന്നാണെങ്കിലും നല്ല കർക്കിടക മാസത്തിൽ ഒരു തുള്ളി ഒരു ഗുണമെന്ന് പറഞ്ഞ പോലെ നല്ല മഴയാണ്. എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും കുറച്ച് നേരം തോരട്ടെ, എന്നിട്ട് നമുക്ക് കാന്താരി പറിക്കാൻ പോകാം. മഴ അങ്ങോട്ട് കഴിഞ്ഞോട്ടെ. നല്ല മഴയാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, നല്ല മഴയാണ്. അപ്പം നല്ല വെള്ളമുണ്ട്. അത് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ പണ്ടത്തെ കർക്കിടക മാസം പോലെ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ അങ്ങ് നിൽക്കാതെ 1 മണിക്കൂറോളം വലിയ മഴയാണ് പെയ്യും. എന്തായാലും മഴ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് തോർച്ച കിട്ടിയപ്പോൾ പെട്ടെന്ന് തന്നെ കാന്താരി അങ്ങ് പറിക്കാം കേട്ടോ. ഇത് കണ്ടോ, നല്ല നാടൻ കാന്താരി, നല്ല മൂപ്പും ഉണ്ട്. പക്ഷേ ഇത് ഒരുപാട് കിളികൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് കേട്ടോ ഈ കാന്താരി മുളക്. ഇവരൊക്കെ വന്ന് തിന്നാറുണ്ട്. കാരണം ഇവർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് പഴുക്കാൻ തുടങ്ങുമ്പോഴത്തേക്കും ഇവർ വന്നങ്ങ് തിന്നും. അപ്പം കിളികൾക്കും എല്ലാം കഴിച്ച് കഴിഞ്ഞതിന് ശേഷം ബാക്കിയുള്ളത് പെട്ടെന്ന് പറിച്ച് വെക്കട്ടെ. എന്താണെങ്കിലും ഇതാ കാന്താരി മഴയായതുകൊണ്ട് തന്നെ അധികം അങ്ങ് കാന്താരി പറിക്കുക എന്ന് പറയുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണ്. ഉള്ളിൽ ഇങ്ങനെ പറിക്കേണ്ടത്. അപ്പോൾ തന്നെ കൊമ്പോടെ അങ്ങോട്ട് പറിച്ചുകൊണ്ട് വന്നു. അപ്പം ഈ കൊമ്പ് ഒടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണമുണ്ട്, നല്ല ഇങ്ങനെ തളിര് ഇലകളൊക്കെ ഇങ്ങനെ വന്നോളും. അപ്പോൾ കൊമ്പടിച്ച് അതുകൊണ്ട് മൂത്ത കാന്താരിയാണ്. അപ്പോൾ കൊമ്പൊടിച്ചിട്ട് അപ്പോൾ നമുക്ക് മഴയായതുകൊണ്ട് തന്നെ വീട്ടിൽ നിന്നും സാവകാശം പറിക്കാമല്ലോ എന്ന് ഓർത്തിട്ട് കുറച്ച് കൊമ്പുകളൊക്കെ ഇങ്ങനെ പറിച്ചത് കണ്ട നല്ല നാടൻ കാന്താരിയാണ്. ഇതാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ കാന്താരി. അധികം വലിപ്പം ഉണ്ടാകില്ല, ചെറുതാണ്. പക്ഷെ നല്ല മൂപ്പുണ്ട്, നല്ല എരിവുമാണ്. ഇതെ അതായത് പറങ്കി എന്നൊക്കെ പറയുന്ന പറങ്കി ഹോട്ടീസുകാർ ഇവിടെ കൊണ്ടുവന്നത് കൊണ്ടായിരിക്കും ഇല്ലേ, അവരുടെ പേര് തന്നെ നമ്മൾ ചില നാടുകളിൽ പറങ്കി മുളക് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഈ നാടൻ കാന്താരിക്ക് എന്തോ നല്ല എരിവാണ്, നല്ല ടേസ്റ്റിയാണ് കേട്ടോ. കാരണം ഇത് ഇങ്ങനെ നമുക്ക് ഉപ്പേരികൾക്കും ഇടാം. അതുമാത്രമല്ല നമുക്ക് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിലോ കുറേ കാലം ഇരിക്കുകയും ചെയ്യും. എല്ലാത്തിനും നല്ലതാണ്. പിന്നെ കഞ്ഞി കുടിക്കാനും ഒക്കെ ആണെങ്കിൽ ഈ ഒരു കാന്താരി മതി. കാരണം അത്രയ്ക്ക് എരിവുണ്ട്, അതിൻ്റെ ടേസ്റ്റുമാണ്. കാന്താരി കൊണ്ട് പല കാര്യങ്ങളും, അതായത് കറികളിലൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒരുപാട് ടേസ്റ്റാണ്. എന്താണ് ഞാനിവിടെ എല്ലാ കാന്താരികളൊക്കെ പറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇലയോട് കൂടിയാണ്, ഞാൻ പറഞ്ഞില്ലേ ഈ കാന്താരി ഒരുക്കുന്നത് ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ്. ചെറിയ മുളകായതുകൊണ്ട് ഇലയടക്കമാണ്. അപ്പോൾ ഇതിൽ നമുക്ക് വലിയ കാന്താരികൾ തിരഞ്ഞെടുക്കണം. അതായത് വലിയ കാന്താരികൾ ഇലകളും എല്ലാം തരും. അതുപോലെ തന്നെ ഈ ഉപ്പിലിടാൻ നേരത്ത് പഴുത്ത കാന്താരി, അധികം പഴുത്ത കാന്താരിയൊക്കെ മാറ്റി വെക്കുകയാണ് നല്ലത്. പഴുത്ത കാന്താരി ഇതാണ് നാടൻ കാന്താരീൻ്റെ നാടൻ കാന്താരി അല്ല ഇത് കുറച്ച് വലിപ്പമുള്ള കാന്താരിയാണ്. പക്ഷേ ഇത് അങ്ങനെ ഉപ്പിലിട്ട് വെക്കാനൊന്നും അത്ര ടേസ്റ്റ് ഇല്ല. അപ്പം ഇതും ഞാൻ കുറച്ച് പറിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് കണ്ടില്ല, ഇതാണ് ശരിക്കുള്ള നാടൻ കാന്താരി. ഇതിൽ പഴുത്ത മുളകളെല്ലാം ഞാൻ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് നല്ല കഴുകി വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ. നല്ല കഴുകി വൃത്തിയാക്കി അതിലുള്ള വെള്ളമൊക്കെ ഊറ്റി കളഞ്ഞു കഴിഞ്ഞതിന് ശേഷം പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ഈ സാദാ കാന്താരികൾ എന്നൊക്കെ പറയുന്നത്. കാന്താരീൻ്റെ വെറൈറ്റീസ് കുറച്ച് വലിപ്പമുള്ളൂ. ഇത് നമുക്ക് പച്ചമുളകിന് പകരമായിട്ട് ഇത് നല്ലതാണ്. പക്ഷേ ആ കാന്താരീൻ്റെ അത്രയ്ക്ക് ടേസ്റ്റ് ഇല്ല. നമുക്ക് എല്ലാ ഉപ്പേരികൾക്കും കറികൾക്കും ഒക്കെ പച്ചമുളക് നമ്മൾ ഉപയോഗിക്കുന്നു. അതുപോലെയൊക്കെ നമുക്ക് ഈ കാന്താരികൾ ഇതിൻ്റെയൊക്കെ ഒരുപാട് കളേഴ്സൊക്കെ ഉണ്ട്, വെള്ള അങ്ങനെയൊക്കെ ഉണ്ട്. നാട്ടിൻപുറങ്ങളൊക്കെ നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുണ്ട്. പക്ഷേ എനിക്ക് ഈ 2 ടൈപ്പ് മാത്രമേ ഉള്ളൂ, വലുതും ഈ ചെറിയ കുഞ്ഞ് കാന്താരി ആണ്. എന്താണെങ്കിലും ഞാൻ അച്ചാറിടാൻ പോവുകയാണേ. അപ്പം അച്ചാറിടാൻ വേണ്ടിയിട്ട് കുറച്ച് കാന്താരി നല്ല വൃത്തിയായി കഴുകിയെടുത്തതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കുകയാണ്. നല്ല തിളച്ച് വരുന്ന വെള്ളം നല്ല തിളപ്പിക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ചൂടാകുമ്പോൾ നമ്മൾ ഈ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് അതിനാവശ്യത്തിനുള്ള 1 സ്പൂൺ ഉപ്പാണ് ഞാൻ ഇവിടെ ഇടുന്നത് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഉപ്പിടാൻ പോവുകയാണ്. അപ്പോൾ ഈ ഉപ്പിട്ടിട്ട് ഈ വെള്ളം നന്നായിട്ടങ്ങ് തിളപ്പിച്ച് നന്നായിട്ട് തിളപ്പിക്കുക. അത് കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളം നന്നായിട്ട് ചൂടാറാൻ വെക്കുകയാണ്. അപ്പം നല്ല കഴുകി വൃത്തിയാക്കിയ കുപ്പി എടുത്തിട്ടുണ്ട്. അപ്പോൾ ആ കുപ്പിയിലേക്ക് നമ്മൾ കഴുകി വെച്ച നല്ല വെള്ളമൊക്കെ വാർന്ന കാന്താരി അതിലേക്ക് എടുത്തിടുകയാണ്. അപ്പം ഉപ്പും
വെള്ളമായിട്ട് അവിടെ റെഡി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറി ഏകദേശം ചൂടാറി കഴിഞ്ഞിട്ടുണ്ട്. ഇനി കഴുകി റെഡിയാക്കി വെച്ച ഇതിലേക്ക് ആ ഉപ്പുവെള്ളം ഒഴിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇത് നല്ല എയറൊന്നും കയറാതെ നന്നായിട്ട് അടച്ച് വെച്ചാൽ മതി. ഇതിലേക്ക് ഇനി വിനാഗിരോ ഒന്നും ഒഴിക്കണ്ട. ഇത് ഒരു വർഷത്തോളമല്ല, ഇനി ഒരു കേടും വരത്തില്ല. ഇത് ഞാൻ കഴിഞ്ഞ വർഷം കൊണ്ടാട്ടമാക്കി വെച്ച കാന്താരിയാണ് കേട്ടോ. ആ നാടൻ കാന്താരി അല്ല, വലുപ്പമുള്ള കാന്താരി. എന്നാൽ ഇതിനാണെങ്കിൽ നമുക്ക് ഒരു കുഴപ്പവുമില്ല. ഇത് ഒരു വർഷമായതാണ്. അപ്പോൾ ഈ കാന്താരി മുളകിന് ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ അതിന് എനിക്ക് അതായത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ അത് വിനാഗിരി ചേർക്കാതെ തന്നെ ഒരു വർഷത്തോളം അല്ലേ, ഒരു കുഴപ്പവുമില്ല. കാരണം അതിലൊരിക്കലും പൂപ്പൽ പിടിക്കത്തില്ല. അപ്പോൾ ഇത് പ്രത്യേകിച്ച് ഈ ഉപ്പിലിടുന്ന സമയത്തിൽ അതിന് വിനാഗിരി ഒന്നും ചേർക്കേണ്ട ഒരു ആവശ്യവുമില്ല. നമുക്കിത് ആവശ്യത്തിന് ഉപയോഗിക്കാം, ചമ്മന്തി അരയ്ക്കാൻ ഉപയോഗിക്കാം, അതുപോലെ തന്നെ ഉപ്പേരിക്ക് ഉപയോഗിക്കാം, അതുപോലെ തന്നെ വെറുതെ എടുത്ത് തിന്നാം, എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ഇതിങ്ങനെ അങ്ങ് ഇരുന്നോളൂ, നല്ല ഫ്രഷ്. പിന്നെ ഒരു 10 ദിവസമൊക്കെ കഴിയുമ്പോൾ ഇതിൻ്റെ ആ കളർ ചേഞ്ചസൊക്കെ ഉണ്ടാകും. അപ്പം അതിങ്ങനെ വെന്ത് വരും. അപ്പോഴും ആണെങ്കിൽ നല്ല ടേസ്റ്റാണ് ഇതെടുത്ത് തിന്നാൻ. അതിൻ്റെ എരിവൊക്കെ ചിലപ്പോൾ ഉപ്പിലൊക്കെ അലിഞ്ഞിട്ട് അതിൻ്റെ എരിവൊക്കെ അപ്പോൾ നിങ്ങൾ എല്ലാവർക്കും അറിയാമായിരിക്കും. കാരണം കാന്താരി ഉപ്പിലിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ടേസ്റ്റ് നല്ലൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു ടേസ്റ്റാണ്. അപ്പം ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. ഓക്കേ.